ക്രൈസ്തവ ചരിത്രത്തിലെ ആദിമ ക്രിസ്ത്യാനികളുടെ വീരോചിത സാക്ഷ്യത്തിന്റെ പുനരാവിഷ്കരണം അരങ്ങേറിയ ഒഡീഷയിലെ കണ്ടമാൽ കാടുകളിലെ പീഡനത്തിന്റെ 13ാം വാർഷികമാണ് ഓഗസ്റ്റ് 23. 2008 മാസങ്ങൾ നീണ്ടുനിന്ന കണ്ടമാൽ പീഡനത്തിൽ 100ഓളം ക്രിസ്ത്യാനികൾ രക്തസാക്ഷികളായി. 300 പള്ളികളും 6000 ക്രിസ്ത്യൻ ഭവനങ്ങളും തകർക്കപ്പെട്ടു. 56,000 ക്രിസ്ത്യാനികൾ അഭയാർത്ഥികളായി. കണ്ടമാലിൽ സംഭവിച്ചത് ഭയാനകമായിരുന്നെങ്കിലും ഇന്ന് ഏതൊരു ക്രിസ്ത്യാനിക്കും അഭിമാനിക്കുവാൻ പ്രചോദനം നൽകുകയാണ് നിരക്ഷരരും നിർധനരുമായ കണ്ടമാലിലെ ധീര ക്രൈസ്തവർ. തകർക്കാൻ ശ്രമിച്ചാൽ തകരുന്നതല്ല ക്രിസ്തീയ വിശ്വാസമെന്ന് അവർ തെളിയിച്ചിരിക്കുന്നു. ആദിമ ക്രിസ്ത്യാനികളെ പോലെ ഇന്ന് കണ്ടമാൽ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഉത്തമ മാതൃകയായിരിക്കുകയാണ്. കണ്ടമാൽ കാടുകളിൽ ക്രിസ്ത്യാനികൾക്കെതിരെ നടന്ന നിഷ്ഠൂര മതപീഡനത്തെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ച 21ാം നൂറ്റാണ്ടിലെ ആദിമ ക്രിസ്ത്യാനികൾ എന്ന ഗ്രന്ഥത്തെ ആധാരമാക്കിയുള്ള ക്രൂശിതന്റെ സ്നേഹിതരെന്ന പരമ്പരയിലെ 4 ഭാഗത്തിൽ കണ്ടമാലിലെ ക്രൈസ്തവരുടെ പാറ പോലുള്ള അതിശയിപ്പിക്കുന്ന വിശ്വാസ സാക്ഷ്യങ്ങളെ ഗ്രന്ഥകർത്താവ് ആൻഡോ അക്കര അവതരിപ്പിക്കുന്നു. ക്രൂശിതന്റെ സ്നേഹിതർ എന്ന കണ്ടമാലിലെ അവിശ്വസനീയ സാക്ഷ്യങ്ങളെക്കുറിച്ചുള്ള ഈ പരമ്പരയിൽ 4ാം ഭാഗത്തിലേക്ക്, കണ്ടമാലിലെ പാറ പോലുള്ള വിശ്വാസത്തിലേക്ക് അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കണ്ടമാലിൻ്റെ കഥ ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ, ഒറീസയിലെ ഈ വിജനമായ ഏറ്റവും ബാക്ക്വേർഡായിട്ടുള്ള ജില്ലയിലെ 18% ക്രിസ്ത്യാനികളാണ്. അവിടെ 2008 ഓഗസ്റ്റ് 23 ഒരു 81 വയസ്സുകാരനായ സ്വാമിയെ കൊല്ലുന്നു. ഉടൻ തന്നെ ക്രിസ്ത്യാനികൾ സ്വാമിയെ കൊന്നു എന്ന് പറഞ്ഞ് വ്യാപക ആക്രമണം തുടങ്ങുന്നു. ക്രിസ്തുമതം കണ്ടമാലിൽ നിരോധിച്ചിരിക്കുന്ന എല്ലാവരും അവരുടെ വിശ്വാസം ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ മരണത്തിന് മുൻപിൽ ആദിമ ക്രിസ്ത്യാനികളെ പോലെ കണ്ടമാലിലെ ക്രിസ്ത്യാനികൾ പാറ പോലെ ഉറച്ചു നിന്നു. 100ഓളം പേർ നിരക്ഷരായവർ പോലും രക്തസാക്ഷിത്വം പുണർന്നു. 56,000 ക്രിസ്ത്യാനികൾ ഭവനരഹിതരായിട്ടു. ഇന്ന് വരെ 12 വർഷം കഴിഞ്ഞ് നമ്മൾ 13ാം വർഷത്തിലാണ്. ഒരു ക്രിസ്ത്യാനി പോലും വിശ്വാസം ഉപേക്ഷിച്ചില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഞാൻ കണ്ടമാലിൽ പോയത് ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിലാണ്. ആക്രമണം ഉണ്ടായി, വയലൻസ് ഉണ്ടായി, ഒരു ഇൻ്റർനാഷണൽ ജേർണലിസ്റ്റ് എന്ന നിലയിൽ അവിടെ പോയതാണ്. പിന്നീട് അതെൻ്റെ ജീവിതത്തിലൊരു വഴിത്തിരിവായി. കാരണം കണ്ടമാലിലെ ധീര ക്രിസ്ത്യാനികളുടെ അവിശ്വസനീയ സാക്ഷ്യങ്ങൾ അത് ഞാൻ വളരെ വിശദമായിട്ട് എൻ്റെ പ്രസിദ്ധമായ പുസ്തകമുണ്ട്, ഏർലി ക്രിസ്ത്യൻസ് ഓഫ് ദി 21st സെഞ്ച്വറി, 21ാം നൂറ്റാണ്ടിൽ ആദിമ ക്രിസ്ത്യാനികൾ എന്ന 2017 ഇറങ്ങിയ പുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവരുടെ ഈ ധീരവിശ്വാസം, അവിശ്വസനീയമായ സാക്ഷ്യങ്ങളാണ് കണ്ടമാലിലേക്ക് തുടർച്ചയായി പോകുവാൻ, ഇവരെ അനുധാവനം ചെയ്യുവാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഈ കഴിഞ്ഞ 12 വർഷത്തിൽ ഞാൻ 31 തവണ കണ്ടമാലിൽ പോയിട്ടുണ്ട്. യാതൊരു ബുദ്ധിമുട്ടും എനിക്ക് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഇത് കണ്ടമാലിലല്ല, ഇന്ത്യയിൽ ഒരിടത്തും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു വർഷത്തിന് ശേഷം കണ്ടമാലിലെ അവിശ്വസനീയ സാക്ഷ്യങ്ങൾ പലരും എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം അവർക്ക് നീതിക്ക് വേണ്ടി കണ്ടമാലെ ബ്ലോട്ട് ഓൺ ഇന്ത്യൻ സെക്യുലറിസം, കണ്ടമാൽ ഭാരതത്തിൻ്റെ മതേതരത്തിൻ്റെ ഒരു കളങ്കം എന്നൊരു പുസ്തകം എഴുതി. അതൊരുപാട് ചർച്ചയായി. മനുഷ്യാവകാശ പ്രശ്നങ്ങൾ രാജ്യത്തിന് മുന്നിൽ നിരത്തി വെച്ചു. അതിനുശേഷം ഷൈനിങ് ഫെയ്ത്ത് ഇൻ കണ്ടമാൽ, കണ്ടമാലിലെ ജ്വലിക്കുന്ന വിശ്വാസം, അത് മലയാളത്തിൽ വിവർത്തനം ചെയ്ത് തീയിൽ തിളങ്ങിയ വിശ്വാസം എന്നാണ്. ആ പുസ്തകം പ്രകാശനം ചെയ്തത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യത്തെ മിഷൻ കോൺഗ്രസ്, അത് ബോംബെയിൽ വെച്ചാണ് നടന്നത്. അന്ന് CBCI പ്രസിഡൻ്റായിരുന്നത്, കത്തോലിക്ക സഭയുടെ അധ്യക്ഷനായിരുന്നത് മേജർ ആർച്ച് ബിഷപ്പ് കാർഡിനൽ വർക്കി വിധേയത്തിലായിരുന്നു. അദ്ദേഹമാണ് അത് റിലീസ് ചെയ്തത്. ഇന്ത്യയിലെ 100ഓളം ബിഷപ്പുമാരും അതുപോലെ സഭാ നേതാക്കന്മാരും പങ്കെടുത്ത് അതിൽ വെച്ച് അത് റിലീസ് കഴിഞ്ഞതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രധാന വ്യക്തി എന്നോട് ചോദിച്ചു, ആൻറ്റോ ഇതൊക്കെ പറയുന്നു, ഇവർക്ക് ഭയങ്കര വിശ്വാസമാണെന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവരൊക്കെ പതുക്കെ ക്രിസ്തു മതം ഉപേക്ഷിച്ചു പോകും. കാരണം എത്ര നാൾ മതപീഡനത്തെ നേരിടാൻ ഈ നിരക്ഷരായ പാവങ്ങൾക്ക് കഴിയും? ഞാൻ പറഞ്ഞു, ഇല്ല, അവരിൽ ഒരാളും വിശ്വാസം ഉപേക്ഷിക്കുകയില്ല. ഇന്ത്യയിലെ ഓരോ ക്രിസ്ത്യാനിയും, ലോകത്തിലെ ഓരോ ക്രിസ്ത്യാനിയും ഈ കഥ കേട്ടാൽ ഞെട്ടിപ്പോകും. ഇത്രയും ക്രൂരമായ പീഡനം നടന്ന് അവിടെ ഒരു ക്രിസ്ത്യാനി ഹിന്ദു വിശ്വാസം ഉപേക്ഷിച്ചില്ല എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം അവരുടെ പാറ പോലുള്ള വിശ്വാസമാണ്. ഈ പാറയാകുന്ന വിശ്വാസത്തിന്മേൽ പണിതാണ് കണ്ടമാലിലെ വിശ്വാസം. അതുകൊണ്ട് ഒരിക്കലേ
എൻ്റെ പുസ്തക റിലീസ് അത് ഇന്ത്യയിലെ CCBA ലാറ്റിൻ റൈറ്റുള്ള എല്ലാ ബിഷപ്പ്മാരും സമ്മേളനത്തിൽ വെച്ചാണ് ബുക്ക് റിലീസ് ചെയ്യുന്നത്. ആ സമയത്ത് ഞാൻ പറഞ്ഞു, ബിഷപ്പ്മാരോട് ലാസ്റ്റ് മിനിറ്റിൽ എന്നോട് പ്രസംഗിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഞാൻ സാക്ഷാൽ ക്രിസ്ത്യാനിയെ കണ്ടത് തോമസ് ലിയോ വന്ന കേരളത്തിലല്ല, ഫ്രാൻസിസ് സേവിയർ വന്ന ഗോവയിലല്ല, മാംഗ്ലൂരല്ല, ബാംഗ്ലൂരല്ല, ഷില്ലോങ്ങിലല്ല, റാഞ്ചിയിലല്ല. ഞാൻ ക്രിസ്ത്യാനിയെ, സാക്ഷാൽ ക്രിസ്ത്യാനിയെ കണ്ടത്, ക്രിസ്തുവിന് അനുധാവനം ചെയ്യുന്ന ധീര ക്രിസ്ത്യാനികളെ കണ്ടത് കണ്ടമാലിലാണ്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് ഇപ്പം എനിക്ക് പറയാം. ഞാൻ പറഞ്ഞ കേരളത്തിൽ ക്രിസ്ത്യാനികൾ വിശ്വാസമുണ്ട്, പക്ഷേ കണ്ടമാലിലെ ഇത്രയും ഭീകരമായ അന്തരീക്ഷത്തിൽ അവരൊരു വിശ്വാസം പരിചയമായി, എഫേസ്യർക്കുള്ള ലേഖത്തിൽ പറയുന്ന പോലെ വിശ്വാസത്തെ ഒരു പരിചയമായിട്ട് അവർ പിടിച്ചു നിൽക്കുകയാണ്. നിങ്ങൾ കാണുന്ന ഈ സ്ത്രീ മനേക നായക് നിരക്ഷരയാണ്, ക്രിസ്ത്യാനിയാണ്. തലമുറകളായിട്ട് ഏതാനും 2 തലമുറയായിട്ട് ക്രിസ്ത്യാനിയായ ഒരു സ്ത്രീയാണ് മനേക നായക്. അവർ കണ്ടമാൽ അക്രമത്തിൽ അവർ വീടൊക്കെ തകർക്കപ്പെട്ടു. അവർ കുറേ നാൾ അഭയാർത്ഥി ക്യാമ്പിൽ താമസിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ സർക്കാർ ഇലക്ഷൻ വന്നപ്പോൾ അഭയാർത്ഥി ക്യാമ്പുകളൊക്കെ അടച്ചുപൂട്ടി. അങ്ങനെ മനേക ഉദയഗിരി എന്ന് പറയുന്ന സ്ഥലത്ത് വെജിറ്റബിൾ, നമുക്കറിയാം കണ്ടമാലിലെ പച്ചക്കറി മാർക്കറ്റ് എങ്ങനെ ഇരിക്കുന്നു, അതിൻ്റെ സൈഡിൽ ഒരു ടെൻറ്റ് കെട്ടി ചളിയിൽ ജീവിക്കുകയാണ്. ഇങ്ങനെ ജീവിക്കുന്ന അന്തരീക്ഷം കണ്ടപ്പോൾ കളക്ടർക്ക് തോന്നി ഇത് മോശമാണ്. കാരണം 1 കൊല്ലം 1.5 കൊല്ലം വർഷം കഴിഞ്ഞിട്ടും ക്രിസ്ത്യാനികൾ മാർക്കറ്റിൽ ഇങ്ങനെ ചെയ്യിച്ചാൽ ആ ഒരു പത്രക്കാരൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കും. അതുകൊണ്ട് കളക്ടർ ഈ കുടുംബങ്ങളെ നിർബന്ധമായി പിടിച്ചു കൊണ്ടുവന്ന് ഒരു കാട്ടുപ്രദേശത്ത്, സർക്കാർ ഭൂമിയാണ്, കാട്ടിൽ അല്പം കുറ്റിക്കാട് വെട്ടി തെളിയിച്ച് ടെൻറ്റ് വെച്ച് അവിടെ താമസിപ്പിക്കുകയാണ്, നിർബന്ധിച്ച് താമസിപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അവരവിടെ താമസിക്കുന്നു. കറണ്ട് ഇല്ല, വെള്ളമില്ല, കണ്ടാൽ ദയനീയ അവസ്ഥയാണ്. 1.5 വർഷം കഴിഞ്ഞിട്ട് 2 വർഷത്തോളമായി. അപ്പം ഞാൻ ഈ മനേക എന്ന് പറയുന്ന സ്ത്രീയോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് വെറുതെ ഇവിടെ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പാട് കഴിക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം ഉപേക്ഷിച്ച് സ്വന്തം ഗ്രാമത്തിൽ പോയിട്ട് സമാധാനമായിട്ട് ജീവിച്ചുകൂടെ? അപ്പോൾ അവർ പറഞ്ഞു, സാർ അങ്ങനെ ചെയ്യായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ ചെയ്തേനെ, എന്നെ കൊന്നാലും ശരി ഞങ്ങളുടെ വിശ്വാസം ഉപേക്ഷിക്കില്ല. ഇവരെയാണ് കണ്ടമാലിൽ ഞാൻ പറയുന്ന അവിശ്വസനീയ സാക്ഷ്യങ്ങൾ. ഇതൊന്നല്ല, മരിക്കാൻ പോലും തയ്യാറായിട്ടുള്ള, പട്ടിണി കിടക്കുമ്പോൾ പോലും വിശ്വാസം ഉപേക്ഷിക്കാൻ തയ്യാറാകാത്ത കണ്ടമാലിലെ ക്രിസ്ത്യാനികൾ ഒന്നല്ല, ആയിരങ്ങളാണ്. ഇവരുടെ വിശ്വാസം വെറുതെ പ്രാർത്ഥനയിലും മാത്രമല്ല. ഞാൻ പറഞ്ഞു, കണ്ടമാലിലെ ക്രിസ്ത്യാനികൾ ഞായറാഴ്ച പള്ളിയിൽ വരുന്നത് കണ്ടാൽ നമ്മൾ അതിശയിച്ചു പോകും. തലയിൽ ഒരു കൊട്ട നെല്ല് വെച്ചിട്ട് മാർക്കറ്റിൽ പോകുന്ന പോലെയാണ് പള്ളിയിലേക്ക് വരുന്നത്. ഓഫർ ട്രീയിൽ പള്ളിയിൽ കൊടുക്കാനായിട്ട് അവർ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അങ്ങനെ കണ്ടമാലിൽ പലപ്പോഴായിട്ട് ഇങ്ങനെ ഓരോരുത്തരെ കാണുമ്പോൾ പലരും പലതും പറയും. അവിടെ റൈക്യ എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞു, ആ റൈക്യ വലിയ പള്ളിയാണ്. അവിടുത്തെ പള്ളിയിലിരിക്കുമ്പോൾ അവിടുത്തെ അച്ഛൻ ഒരു കാര്യം എന്നോട് പറഞ്ഞു. എന്താണെന്നറിയോ? റൈക്യ എന്ന് പറഞ്ഞാൽ കണ്ടമാലിൽ ഏറ്റവും വലിയ ഇടവകയാണ്. അതൊക്കെ സബ്സ്റ്റേഷൻസൊക്കെ ഉണ്ട്. 750 കുടുംബങ്ങളുള്ള ഈ ഇടവകയിലെ 600 കുടുംബങ്ങളും ഭവനരഹിതരായി ക്യാമ്പുകളിലും അവിടെ ഇവിടേക്ക് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സമയത്ത് മിഷൻ ഞായർ വന്നു. 2009 മിഷൻ ഞായറിന് റൈക്ക ഇടവകയുടെ മിഷൻ ഞായർ കളക്ഷൻ റെക്കോർഡിലെത്തി. എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് വരെ അവിടെ 60,000 രൂപയാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. അതൊരു വലിയ എമൗണ്ടാണ്. കാരണം അവിടുത്തെ ആൾക്കാരുടെ ജീവിത സാഹചര്യം, അവരുടെ വരുമാനം അനുസരിച്ച് അത് വലിയ തുകയാണ്. പക്ഷേ 2009 750 കുടുംബങ്ങളിൽ 600 കുടുംബങ്ങൾ ഭവനരഹിതരായ ക്യാമ്പുകളിൽ കഴിയുമ്പോൾ റൈക്കയിലെ മിഷൻ ഞായർ കളക്ഷൻ 1,20,000 ആയിട്ട് മാറി. അപ്പം ഇതെങ്ങനെയാണ് വിശ്വസിക്കുക? അപ്പം ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ എന്താ ഈ പറയുന്നത്? അച്ഛൻ പറഞ്ഞു, അത് ശരിയാണ്. എങ്ങനെയാണ്? ഭവനരഹിതരായവർക്ക് ഞാൻ പറഞ്ഞു, 6,000 ക്രിസ്ത്യൻ വീടുകൾ തകർത്ത് 56,000 പേര് ഭവനരഹിത സമയത്ത് സർക്കാർ എന്തെങ്കിലുമൊക്കെ കണ്ണിൽ പൊടിയിടാനായിട്ട് അവർക്ക് ഇൻ്റരിം റിലീഫ്, അടിയന്തര സഹായമായിട്ട് 10,000 രൂപ വെച്ച് കൊടുത്തു. വീടില്ല, തുണിയില്ല, അഭയാർത്ഥി ക്യാമ്പിലൊക്കെ കഴിയുന്ന മനുഷ്യർ ആ 10,000 രൂപയിൽ നിന്ന് മിഷന് ജനറസ് ആയിട്ട് കോൺട്രിബ്യൂഷൻ നടത്തി. ഇതാണ് ജീവിക്കുന്ന വിശ്വാസം. അങ്ങനെ 5ൽ 4 ഭാഗവും ക്രിസ്ത്യാനികൾ ഭവനരഹിതരായിരിക്കുമ്പോൾ റൈക്കയിലെ മിഷൻ ഞായർ കളക്ഷൻ 60,000 നിന്ന് 1,20,000 ഡബിളായിട്ട് മാറി. ഇതാണ് കണ്ടമാലിലെ പാറ പോലുള്ള വിശ്വാസം. ഞാൻ പലതവണ ആവർത്തിച്ചു പറഞ്ഞതാണ്. കണ്ടമാലിലെ ക്രിസ്ത്യാനികൾക്കെതിരെ അക്രമത്തിൽ ഒരു ജില്ലയിൽ 300 പള്ളികളാണ് തകർത്തത്. അധികം കത്തോലിക്കാണ്. കാരണം 60% കണ്ടമാലിലെ ക്രിസ്ത്യാനികൾ, 1,20,000 ക്രിസ്ത്യാനികൾ കണ്ടമാലിലുണ്ട്. 6 ലക്ഷം ജനങ്ങളിൽ അതിൽ 20%-ഓളം ക്രിസ്ത്യാനികളാണ്. അതിൽ 60%
കത്തോലിക്കരാണ്. അപ്പോൾ ഈ 300 പള്ളികളിൽ തകർക്കപ്പെട്ടതിൽ അധികവും കത്തോലിക്ക പള്ളികളാണ്. അങ്ങനെ തകർത്ത പള്ളികളിൽ ഒന്നാണ് നമ്മൾ നേരത്തെ കണ്ടത്. പലതവണ കണ്ടമാൽ ഈ പരമ്പരകൾ ഞാൻ എടുത്തു കാണിച്ച ഒരു ചിത്രമാണ് പോബിങ്ങയിലെ സെൻറ്റ് പീറ്റേഴ്സ് പള്ളി. ഈ പള്ളി അവർ കുരിശ് തകർത്തു. അത് കഴിഞ്ഞ് ആ പള്ളിയുടെ ഉള്ളിൽ മുഴുവൻ കത്തി ചാമ്പലാക്കി, പള്ളിയുടെ അടുത്ത് സ്കൂൾ ചാമ്പലാക്കി, എല്ലാം ചാമ്പലാക്കി. അങ്ങനെ പലതവണ ഞാൻ അവിടെ പോയിട്ടുണ്ട്. ഒരു തവണ ആർച്ച് ബിഷപ്പ് റാഫേൽ ചീനാത്ത് ഇടയ സന്ദർശനം നടത്തുന്ന സമയത്ത് ഞാൻ കണ്ടമാലിലുണ്ടായിരുന്നു. അങ്ങനെ പോബിങ്ങയിൽ ചെന്നപ്പോൾ കാഴ്ച, പോബിങ്ങയിൽ കോൺക്രീറ്റ് പള്ളിയാണ്, അതുകൊണ്ട് ബിൽഡിങ്ങിന് കാര്യമായിട്ടുള്ള ഡാമേജ് ഒന്നും വന്നിട്ടില്ല. പള്ളി ഗോഡൗൺ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. പള്ളിയകത്ത് എന്താണ് കാണുന്നത്? സിമെൻറ്റ് ചാക്കും ആസ്പെറ്റോ ഷീറ്റുകളും ആംഗ്ലറൊക്കെയാണ്. കാരണം വീടുകൾ പണിയാനായിട്ടുള്ള സാമഗ്രികളെല്ലാം സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഈ പള്ളിയിലാണ്. അപ്പോൾ അവിടുത്തെ കാറ്റഗിസ്റ്റ് എൻ്റെ അടുത്ത് വന്ന് പറയാണ്, സാറേ ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ പറഞ്ഞാൽ ബിഷപ്പ് കേൾക്കില്ല, സാർ ഒന്ന് പറയും, അവർക്ക് വേണ്ടത് ഞങ്ങൾക്കിപ്പോൾ വീടല്ല വേണ്ട, പള്ളി അത്രയും വേഗം പണിയണം, പള്ളി ഇങ്ങനെ കിടക്കുന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ പിതാവിനോട് ഞങ്ങൾ പലതവണ പറഞ്ഞു. അപ്പോൾ പിതാവ് പറഞ്ഞു, നിങ്ങൾക്ക് പള്ളി നമുക്ക് പതുക്കെ പണിയാം, ആദ്യം നിങ്ങളുടെ വീടുകൾ ശരിയാക്കിയിട്ട് വീട് പണി കഴിഞ്ഞിട്ട് മതി പള്ളി ശരിയാക്കും മതി. അതേ പറഞ്ഞ അജഗണത്തിൻ്റെ വേദന പേറിയ ഇടയൻ റാഫേൽ ചീനാത്ത് പിതാവിൻ്റെ മനസ്ഥിതി, ജനങ്ങൾക്കുള്ള തൻ്റെ ഇടയ ജനത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയാണ്, കരുതലാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ പിതാവ് ഒരിക്കലും അതിൽ നിന്നും മാറിയില്ല. അതുകൊണ്ട് പല പള്ളികൾ, അപ്പം അച്ഛൻ പിതാവ് പറഞ്ഞ് നിങ്ങളിപ്പോൾ ഓപ്പൺ എയറിൽ കുർബാന ചെല്ലിയാലും കുഴപ്പമൊന്നുമില്ല. ഡിസ്പെൻസറി, തകർന്ന ഡിസ്പെൻസറിയിൽ കുർബാന ചെല്ലുന്ന സീനുകൾ നമ്മൾ കാണുന്നു, ഓപ്പൺ എയറിൽ കുർബാന നടത്തുന്നു. അപ്പോൾ പിതാവ് പറയുന്നത് നമ്മൾക്ക് പള്ളിയല്ല ആവശ്യം, ആദ്യം നിങ്ങൾ സുരക്ഷിതരായിരിക്കണം. അങ്ങനെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ മുഖങ്ങളാണ് അവിടെ കണ്ടമാലിൽ നമ്മൾ കാണുന്നത്. കണ്ടമാലിൻ്റെ ഓരോ മുക്കിലും മൂലയിലും പോകുമ്പോൾ ഓരോ തവണയും പുതിയ പുതിയ ചിത്രങ്ങളാണ് കണ്ടമാലിൽ കാണുന്നത്. തികച്ചും അത്ഭുതകരമാണ്. കാരണം ക്രിസ്ത്യാനികളോട് പറഞ്ഞു, ക്രിസ്തുമതം ഇവിടെ നിരോധിച്ചിരിക്കുന്നു, നിങ്ങളിവിടെ നിങ്ങളുടെ വിശ്വാസം ഉപേക്ഷിക്കണം. അപ്പോൾ പ്രബോധ് എന്ന് പറയുന്ന ഒരു പാസ്റ്റർ എന്താ ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ വീട്, തകർത്ത വീട് റിപ്പയർ ചെയ്യാണ്. അദ്ദേഹം, നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ, ചിത്രത്തിൽ നോക്കിയാൽ പഴയ ഗ്രില്ലിന്മേൽ അദ്ദേഹം ഒരു കുരിശ് ചേർത്തിരിക്കും. കുരിശ് കട്ട് ചെയ്ത് കയറ്റുകയാണ്. എന്ന് പറഞ്ഞാൽ സ്വന്തം വിശ്വാസം ഞാൻ ഉപേക്ഷിക്കില്ല എന്ന് മാത്രമല്ല, ഞാനത് പ്രഘോഷിക്കും, എന്ത് സാഹചര്യമുണ്ടായാലും എൻ്റെ വിശ്വാസത്തെ ഞാൻ മൂടി വയ്ക്കില്ല എന്ന് പറയുന്ന ഇതൊരു പ്രവണതയാണെന്ന് പറയാം. കാരണം ഇതൊന്നല്ല, പലയിടത്തും ഉണ്ട്. ചില വീടുകളുടെ ഗ്രില്ലുമേ അരുളിക്ക കാർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, പുതിയതാണ്. അപ്പോൾ അവർ പറയുന്നത്, ഈ പ്രബോധ് പറഞ്ഞ വാക്കുകളുണ്ട്, ഞാൻ ക്രിസ്ത്യാനിയായി ജനിച്ചു, ഇവിടെ ജനിച്ചു, ഞാൻ ഇവിടെ മരിക്കും, ക്രിസ്ത്യാനിയായി മരിക്കും, ഞാൻ ഇവിടെ നിന്ന് ഒരിടത്തും പോവുകയില്ല. അങ്ങനെ ക്രിസ്ത്യാനികൾ വിശ്വാസം ധൈര്യപൂർവം പ്രഘോഷിച്ചപ്പോൾ ആക്രമിച്ചവരുടെ മനസ്സുരുകി. പല വീടുകളിലും പള്ളികൾ പോലും റിപ്പയർ ചെയ്യുന്നതിന് പള്ളികൾ ആക്രമിച്ചവർ പങ്കുചേർന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പ്രബോധിൻ്റെ, ഈ പാസ്റ്റർ പ്രബോധിൻ്റെ വീട് നന്നാക്കാൻ സഹായിച്ചത് അദ്ദേഹത്തിൻ്റെ വീട് തകർത്തവർ തന്നെയാണ്. അപ്പം ക്ഷമ, ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പല മുഖങ്ങളാണ് കണ്ടമാലിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ കേരളത്തിലുള്ളവർക്കൊരു ചെറിയ അഹങ്കാരമുണ്ട്. എന്താണ്? ഞങ്ങളുടെ വിശ്വാസം അങ്ങനെ മാർഗം കൂടിയല്ല, ഞങ്ങൾ തലമുറകളായി തോമാസ് ലീഗയുടെ പൈതൃകമുള്ള, അല്ലെങ്കിൽ ഫ്രാൻസിസ് സേവ്യറിൻ്റെ പൈതൃകമുള്ള 100 കണക്കിന് വർഷങ്ങൾ ക്രിസ്ത്യാനികളാണ് ഞങ്ങൾ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങളെല്ലാം കുറേയും കൂടി വിശേഷ ക്രിസ്ത്യാനികളാണെന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. പക്ഷെ അതിലൊന്നും യാതൊരു അർത്ഥമില്ല. നിങ്ങൾ സുവിശേഷത്തിൽ കാണാം യേശു ആരൊക്കെയാണ് വിളിക്കുന്നത്, ആരൊക്കെയാണ് വിശ്വാസിയാകുന്നതെന്നല്ല. അപ്പം ഞാൻ കണ്ടമാലിൽ ഇങ്ങനെ ഈ അഭയാർത്ഥി ക്യാമ്പുകളിലൊക്കെ നടന്ന് പിന്നീട് തുടർച്ചയായിട്ട് വർഷങ്ങൾ, ഒരു ദിവസം 2 ദിവസത്തെ കാര്യങ്ങളൊന്നും അല്ല അത്. ധർമ്മേന്ദ്ര നായക് എന്ന് പറയുന്ന ഈ വ്യക്തി, അദ്ദേഹം കണ്ടമാൽക്കാട്ടിലെ മഞ്ഞൾപ്പൊടി വിറ്റ് ജീവിച്ചിരുന്ന ഒരു ഹിന്ദുവായിരുന്നു. പിന്നീട് അദ്ദേഹം ക്രിസ്ത്യാനിയായി, ഈ ധർമ്മേന്ദ്ര. അപ്പോൾ ഈ ധർമ്മേന്ദ്രയ്ക്കും ഗതിയെല്ലാം ഒന്ന് തന്നെ. കാരണം കണ്ടമാലിൽ മുഴുവൻ ക്രിസ്ത്യാനികൾക്കെതിരെ അക്രമം നടന്നപ്പോൾ ആദ്യം ചെയ്ത് അവരെ ആക്രമിക്കാൻ വന്ന് അവരെ പിടിച്ച് നിർബന്ധിച്ച് റീകൺവെർഷൻ, പുനഃപരിവർത്തന എന്ന് പറഞ്ഞൊരു ചടങ്ങ്, അത് ഭീകരമായ ചടങ്ങാണ്. കാരണം അവിടെ കൊണ്ടുപോയി ഇരുത്തി ക്രിസ്ത്യാനികളെ കൊണ്ട് ചാണകവെള്ളം കുടിപ്പിക്കും, കാരണം അവരെ ശുദ്ധീകരിക്കാനാണ്. അത് കഴിഞ്ഞ് അവരെ തല മുണ്ടനം ചെയ്ത്, അത് കഴിഞ്ഞ് ചിലപ്പോൾ ബൈബിൾ കത്തിക്കാൻ പറയും, അല്ലെങ്കിൽ ക്രിസ്ത്യൻ വീട് തകർക്കാൻ പറയും, പള്ളികൾ തകർക്കാൻ പറയും. അങ്ങനെയുള്ള ഈ ഭീകരതയിൽ നിന്നെല്ലാം രക്ഷപ്പെടുവാനായിട്ട് ക്രിസ്ത്യാനികളെല്ലാം കാട്ടിലേക്ക് ഓടി. അപ്പോൾ അവർ വീടുകളൊക്കെ കൊള്ളയടിച്ചു. തിരിച്ചു വന്നപ്പോൾ വീടില്ല. അവർ കുറേ നാൾ അഭയാർത്ഥി ക്യാമ്പുകളിൽ താമസിച്ചു.
കുറച്ച് കഴിഞ്ഞപ്പോൾ അഭയാർത്ഥി ക്യാമ്പുകൾ സർക്കാർ ഇലക്ഷന് മുന്നേ 2009 മാർച്ചിൽ ഇലക്ഷന് മുന്നേ എല്ലാം ശാന്തമാണെന്ന് വരുത്താനായിട്ട് അഭയാർത്ഥി ക്യാമ്പുകൾ അടച്ച് ക്രിസ്ത്യാനികളെ ക്യാമ്പിൽ നിന്ന് സ്വന്തം ഗ്രാമത്തിലേക്ക് കൊണ്ടു ചെല്ലും. പക്ഷേ ഒരു നടപടി നടക്കാത്തത് കൊണ്ട് ക്രിസ്ത്യാനികളെ കയറ്റാൻ അവർ സമ്മതിക്കില്ല. അവർ പറയില്ല, ഇവർ വിശ്വാസം ഉപേക്ഷിച്ചാൽ മാത്രമേ ഞങ്ങൾ ഇവിടെ താമസിക്കാൻ അനുവദിക്കുകയുള്ളൂ. അപ്പോൾ അവർ ചെയ്യുന്നത് പലയിടത്തും ഗ്രാമത്തിന് പുറത്ത് ഷെഡുകൾ, ടെൻറ്റുകൾ കെട്ടി ക്രിസ്ത്യാനികളെ താമസിപ്പിച്ചു. അങ്ങനെയാണ് ഈ ധർമ്മേന്ദ്ര നായക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൊച്ചും ഒക്കെ അവിടെ കുറച്ച് നാൾ താമസിച്ചു. സർക്കാർ കുറച്ച് ഡ്രൈവ് റേഷനും കൊടുത്തു. ഏതാനും നാൾ കഴിഞ്ഞപ്പോൾ മഴക്കാലം വന്നു. ടെൻ്റൊക്കെ കയറി ആരും നോക്കാനില്ല. പട്ടിണി പോലത്തെ ഒരു സാഹചര്യത്തിലാണ് ധർമ്മേന്ദ്ര നായക്ക്. അപ്പം ഞാൻ ഈ ധർമ്മേന്ദ്രയോട് ചോദിച്ചു, നീ എന്തിനാ വെറുതെ ക്രിസ്ത്യാനിയാവാൻ പോയി? സിന്ധുവായിട്ട് സമാധാനമായിട്ട് ജീവിച്ചിരുന്നതാണ്. ക്രിസ്ത്യാനിയായിട്ട് എന്ത് നേടി? ഇപ്പോൾ തോന്നുന്നുണ്ടോ വെറുതെ ക്രിസ്ത്യാനിയായി പുലിവാലായി ഒരു തെറ്റുപറ്റിയെന്ന് ഒരു പശ്ചാത്താപം തോന്നുന്നുണ്ടോ? ധർമ്മേന്ദ്രയുടെ മറുപടി കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. ധർമ്മേന്ദ്ര പറയുകയാണ്, സർ, ഇസ്രായേൽക്കാർ മരുഭൂമിയിൽ 40 വർഷം നരകിച്ചു. ഞങ്ങളിവിടെ 14 മാസമായിട്ടുള്ളൂ. എന്നെ അനുഗമിക്കുന്നവർ പീഡിപ്പിക്കപ്പെടുമെന്ന് യേശു ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ക്രിസ്തീയ വിശ്വാസം ഏറ്റുപറയുന്ന സജീവ വിശ്വാസം, അത് തോമാസ്ലിഗയുടെ പൈതൃകത്തിൽ നിന്നല്ല അത് വരുന്നത്. അത് ജീവിക്കുന്ന വിശ്വാസമായി മാറണം. നമ്മളുടെ ഇവിടെ പലപ്പോഴും നമ്മുടെ ഈ തോമാസ്ലിഗയുടെ പൈതൃകം ആവശ്യപ്പെടുന്നവരെന്താ ചെയ്യുന്നത്? ഇങ്ങനെയൊക്കെ സാഹചര്യം വന്നാൽ അവർ ദുഃഖം മറക്കാൻ എങ്ങോട്ടാണ് പോകുന്നത്? ബാറിലേക്കും ഇപ്പോൾ ഓൺലൈൻ പോലും ലിക്കർ ഓർഡർ ചെയ്ത് ഈസ്റ്റർ സെലിബ്രേറ്റ് ചെയ്യും. ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ എങ്ങനെ ജീവിക്കുന്നു എന്നാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രസക്തി. സുക്കേശ്വർദികൾ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അവൻ ക്രിസ്ത്യാനിയായിട്ട് ഏതാനും വർഷങ്ങളെ ആയിരുന്നിട്ടുള്ളൂ. ആ സമയത്താണ് കണ്ടമാലിലെ ഈ അക്രമ പരമ്പരയൊക്കെ അരങ്ങേറിയത്. ടിക്കബലി എന്ന സ്ഥലത്തിനടുത്തുള്ള ഡോക്പദർ എന്ന ഗ്രാമത്തിലാണ് സുക്കേശ്വറിൻ്റെ കുടുംബവും താമസിച്ചിരുന്നത്. അങ്ങനെ വ്യാപകമായ അക്രമ സമയത്ത് സുക്കേശ്വറും കുടുംബവും കാട്ടിലേക്ക് ഓടി. അവരുടെ വീടുകളൊക്കെ കൊള്ളയടിച്ച് എല്ലാം തകർത്തു. അവർ പിന്നീട് അഭയാർത്ഥി ക്യാമ്പിലായി. അങ്ങനെ ഏകദേശം 2 മാസം കഴിഞ്ഞ സമയത്ത് അവരുടെ പഞ്ചായത്തിലെ ആൾക്കാർ അവരെ ഫോൺ ചെയ്ത് പറഞ്ഞു, ഇത് ഞങ്ങളല്ല ചെയ്തേ, ഞങ്ങൾക്ക് നിങ്ങളോട് ഒരു ദ്വേഷവുമില്ല, നിങ്ങളെ സഹായിക്കാനായിട്ട് ഞങ്ങൾ കുറേ മെറ്റീരിയലൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്, സാരികളും തുണികളും കുറച്ച് ഭക്ഷണ സാധനങ്ങളൊക്കെ. അതുകൊണ്ട് നിങ്ങൾ വന്ന്, കുറച്ച് കുടുംബങ്ങളുള്ളൂ, 1 ഡസൻ കുടുംബങ്ങളുള്ളൂ ആ ഗ്രാമത്തിൽ ക്രിസ്ത്യാനികൾ, നിങ്ങൾ വന്നാൽ നിങ്ങൾക്കിതൊക്കെ കൊണ്ടുപോകാം. അങ്ങനെ സുക്കേശ്വറിൻ്റെ ജ്യേഷ്ഠൻ ബിശ്വജിത്തും പിന്നെ സാന്തര എന്ന് പറയുന്ന ഇവർ 3 പേരും കൂടി, 3 ചെറുപ്പക്കാരാണ്, ഇവർ 3 പേരും കൂടി 18 കിലോമീറ്ററോളം പോകണം ഈ ഗ്രാമത്തെ പഞ്ചായത്ത് ഓഫീസിലേക്ക്. അവിടെ പോയി അവർ ഈ 1 ഡസൻ കുടുംബങ്ങൾക്കുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് വരുന്ന സമയത്ത് പെട്ടെന്ന് ശക്തമായ മഴ പെയ്തു. ആ മഴയിൽ എന്തുണ്ടായി? ചെറിയ അരുവിയൊക്കെ പുഴ പോലെയായി. അപ്പോൾ അവർക്കത് കടന്നു പോകാനും പറ്റില്ല. അപ്പോൾ അവരടുത്തൊരു വീട്ടിൽ പോയിട്ട് പറഞ്ഞു, ഞങ്ങളിങ്ങനെ അങ്ങോട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റുന്നില്ല, ഇത് പുഴ കടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവർക്ക് അഭയം കൊടുത്തു. ഉടൻ തന്നെ അവിടെ വാർത്തകൾ പറയുന്നു, ആരാണ് അവിടെ വന്നിരിക്കുന്നത്? ക്രിസ്ത്യാനികൾ വന്നിരിക്കുന്നു. ഒരു സംഘം ആ വീട് വളഞ്ഞു ഇവരെ പിടിക്കാനായി. സുഖേശ്വർ അതിൽ സ്മാർട്ടായതുകൊണ്ട് അവൻ ഓടി രക്ഷപ്പെട്ടു. പക്ഷേ ബിശ്വജിത്തിനെയും സന്തരയും അവർ പിടിച്ചു കൊണ്ടുപോയി പുഴയ്ക്കരികിലെ പുനഃപരിവർത്തന പൂജ നടത്തിയവർ, ഇതരം സാഡിസാണ്, അത് നടത്താനുള്ള ശ്രമത്തിന് അവർ അവിടെ ഇരുത്തി പൂജ നടക്കുകയാണ്. അപ്പോൾ ആ ക്രിസ്ത്യാനികളുടെ വിശ്വാസം നോക്കിയേ, അവർക്കിത് ഈ പൂജ ചെയ്ത് വിശ്വാസം ഉപേക്ഷിച്ചാൽ ശരിയല്ല. അതുകൊണ്ട് അവർ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് എണ്ണീറ്റോടി. അവരെ പിടിച്ച് 2 പേരെയും പിടിച്ച് അവർ വെട്ടിനുറുക്കി പുഴയിലെറിഞ്ഞ് അവരെ മൃതശരീരം പോലും കിട്ടുകയില്ല. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് സുഖേശ്വരനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, നിനക്കപ്പം എന്താ തോന്നുന്നു? നിനക്ക് ഭയം തോന്നുന്നുണ്ടോ? അതോ ഇനി ഹിന്ദു മതത്തിലേക്ക് നീ തിരിച്ചു പോകുമോ? ഇല്ല, എനിക്കിപ്പോൾ ധൈര്യമാണ്, കൂടുതൽ ധൈര്യം വന്നു. ഞാൻ ഒരിക്കലും എൻ്റെ വിശ്വാസം ഉപേക്ഷിക്കുകയില്ല. ഇതാണ് കണ്ടമാലിലെ പാറ പോലുള്ള വിശ്വാസം. ഈ വിശ്വാസം മറ്റു പലരെയും അതിശയിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അക്രമികൾ പോലും ക്രിസ്ത്യാനികളോട് ചേർന്ന് സന്തോഷമായിട്ട് ഇപ്പോൾ ജീവിക്കുന്നത്. നിങ്ങളുടെ മുമ്പിൽ ഒരു വെല്ലുവിളി വയ്ക്കുകയാണ്. നിങ്ങൾക്ക് നല്ല സർക്കാർ ജോലിയുണ്ട്. ഒരു ദിവസം നിങ്ങളോട് പറയുകയാണ്, നിനക്ക് ഈ ജോലിയിൽ തുടരണമെങ്കിൽ നിന്റെ വിശ്വാസം ഉപേക്ഷിച്ച് ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ ചെയ്യണം. അതാണ് നാഗാർജുൻ പ്രധാൻ. നാഗാർജുൻ പ്രധാൻ സാധാരണ ടീച്ചറല്ല, MSc മാത്തമാറ്റിക്സ് ഉള്ള കണ്ടമാലിൽ പ്രധാന ഒരു ടൗൺഷിപ്പായ ബലിഗുഡയിലെ സർക്കാർ ഹൈസ്കൂളിലെ മാത്തമാറ്റിക്സ് അധ്യാപകനായിരുന്നു നാഗാർജുൻ പ്രധാൻ. ധാരാളം സ്വത്തുള്ളൊരു കുടുംബമാണ്. അദ്ദേഹത്തിൻ്റെ അനുജൻ ഇന്ത്യൻ പട്ടാളത്തിലാണ്, അദ്ദേഹത്തിൻ്റെ പിതാവും പട്ടാളത്തിലായിരുന്നു. അപ്പോൾ അവർ വളരെ സാമ്പത്തിക ശേഷിയുള്ള കുടുംബമാണ്. പക്ഷേ സർക്കാർ ജോലി ഈ ബലിഗുഡയിലായതുകൊണ്ട് നാഗാർജുൻ ബലിഗുഡയിൽ ഒരു ഹിന്ദുവിൻ്റെ വീട്ടിലാണ് വാടകയ്ക്ക് താമസിച്ചിരുന്നത്.
ഞാൻ പറഞ്ഞു, കണ്ടമാലിൽ മൊത്തം ക്രിസ്തുമതം നിരോധിച്ചിരിക്കുന്ന ക്രിസ്ത്യാനികൾക്കെതിരെ സംഘടിതമായ അക്രമം നടക്കുന്ന സമയമാണ് സ്വാമിയുടെ കൊലപാതകത്തിന് ശേഷം. അത് മാസങ്ങളോളം നീണ്ടു നിന്നു. അങ്ങനെ അവിടെയുള്ള നേതാക്കന്മാർ വന്ന് നാഗാർജുനെ ആക്രമിക്കുക. പക്ഷെ അവർക്ക് നാഗാർജുനെ ആക്രമിക്കാനുള്ള ധൈര്യമില്ല. കാരണം വളരെ പോപ്പുലറായിട്ടുള്ള, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടീച്ചറാണ്. അതുമാത്രമല്ല, അവരുടെ മക്കളെയൊക്കെ ട്യൂഷൻ കൊടുത്തിരുന്ന ടീച്ചറും കൂടിയാണ് നാഗാർജുൻ. പക്ഷെ എന്നാലും അവർക്ക് അവിടെ ഒരു ക്രിസ്ത്യാനി അവിടെ ടീച്ചറായിട്ടിരിക്കുന്നവർക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവർ നാഗാർജുനന് ഒരു അന്ത്യശാസനം കൊടുത്തു, അൾട്ടിമേറ്റം. എന്താണ്? നീ ഞങ്ങളുടെ കൂടെ വന്ന് അമ്പലത്തിൽ വന്ന് പുനഃപരിവർത്തനത്തിന് അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ തന്നെ ഇവിടെ പൊറപ്പിക്കില്ല. അവൻ പറഞ്ഞില്ല, ഒരു കാരണവശാലും ഞാൻ ഇത് ഇന്ത്യ രാജ്യമാണ്, ഇവിടെ മതസ്വാതന്ത്ര്യം, അതുകൊണ്ട് എൻ്റെ വിശ്വാസം ഞാൻ ഉപേക്ഷിക്കുന്ന പ്രശ്നമില്ല. അന്ന് തന്നെ ഒരു പാഠം പഠിപ്പിക്കുന്നു പോയി. അവരെന്ത് ചെയ്തു? നാഗാർജുനന് വീട് വാടകയ്ക്ക് കൊടുത്ത ഹിന്ദുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, താൻ എത്രയും വേഗം ഇവനെ പിടിച്ചു കൊടുന്ന് പുറത്താക്കണം, ഇല്ലെങ്കിൽ തൻ്റെ വീട് ഞങ്ങൾ കത്തിച്ച് ചാമ്പലാക്കും. അദ്ദേഹം ഭയപ്പെട്ടു. പിന്നെ ഇവരെ എതിർത്ത് അദ്ദേഹത്തിന് അവിടെ ജീവിക്കാൻ പറ്റില്ല. അദ്ദേഹം നാഗാർജുനോട് പറഞ്ഞു, നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം. നാഗാർജുൻ ഗതികെട്ട് സ്വന്തം നാട്ടിൽ നാഗാർജുൻ പ്രധാൻ എന്ന് പറഞ്ഞ ആദിവാസിയാണ്. അവിടെ അക്രമം വളരെ കുറവാണ്. പക്ഷേ അവിടെ സ്വന്തം വീടും തകർത്ത് തരിപ്പണാക്കിയിരുന്നു. അവസാനം നാഗാർജുൻ ഭാര്യയും കൊച്ചിനെയും കൊണ്ട് ഭുവനേശ്വറിലേക്ക് പോയി. അവിടെ ഒരു വീട് വാടകയ്ക്ക് എടുത്തു. ഒരു 5-6 മാസം നിന്നപ്പോൾ കയ്യിലെ കാശ് ഇങ്ങനെ പോവാണ്, രക്ഷയില്ല. അപ്പോൾ നാഗാർജുന എന്ത് ചെയ്തു? ഭുവനേശ്വറിൽ സലിയ സാഹി എന്ന് പറയുന്ന വലിയൊരു ചേരിയുണ്ട്. 30,000 പാവങ്ങൾ താമസിക്കുന്ന ഒരു ചേരിയാണ്. 5 സ്റ്റാർ ഹോട്ടലും വലിയ വലിയ സ്ഥാപനങ്ങളുടെയൊക്കെ നടുവിലുള്ള സർക്കാർ ഭൂമിയാണ്. അത് മനുഷ്യർ കൈയേറിയിട്ടുള്ളൊരു ചേരിയാണ്. ഈ ചേരിയിൽ പോയി അവിടെ ഒരു കൊച്ചു പ്ലോട്ട്, ചെറിയ ചെറിയ എമൗണ്ടിന് സ്ഥലം കിട്ടും, അതിലൊരു കൊച്ചു വീട് വെച്ചിട്ട് നാഗാർജുൻ പ്രധാൻ ചേരിയിൽ താമസിക്കുകയാണ്. സർക്കാർ ജോലി ഉപേക്ഷിച്ച് അങ്ങനെ 2-2.5 വർഷത്തോളം നാഗാർജുൻ ആ ചേരിയിൽ താമസിച്ചു. അവിടെ നാഗാർജുൻ ഒരു സ്കൂൾ തുടങ്ങി, മറ്റു ചിലരും കൂടി. അവിടെ ചേരിയിലൊരു 10,000-ലേറെ ക്രിസ്ത്യാനികൾ, കണ്ടമാലിലെ ക്രിസ്ത്യാനികൾ അവിടെ താമസിക്കുന്നുണ്ട്. എന്തിനാണെന്നറിയോ? വിശ്വാസം സംരക്ഷിക്കാൻ മാത്രം. കാരണം സ്വന്തം ഗ്രാമത്തിൽ ചെന്നാൽ വിശ്വാസം ഉപേക്ഷിക്കണം, പുനഃപരിവർത്തനം എന്ന ഈ ചടങ്ങ് പങ്കെടുക്കാൻ ആരും തയ്യാറല്ലായിരുന്നു. അത് രക്ഷപ്പെടാൻ അവർ ചെയ്തത് എന്താണ്? ചേരിയിൽ പോയി വിശ്വാസം സംരക്ഷിക്കാനായിട്ട് അഴുക്ക് ചാലിനുള്ളിൽ ജീവിക്കുകയാണ് അവർ. അങ്ങനെ നാഗാർജുൻ ഈ സ്കൂൾ നടത്തി. അപ്പം ഞാൻ പലതവണ നാഗാർജുനെ കാണും, വളരെ ടച്ച് ഉണ്ട്, ഇപ്പോഴൊക്കെ റെഗുലർ കോണ്ടാക്റ്റ് ഉണ്ട്. അതിനിടയ്ക്ക് നാഗാർജുനെ സർക്കാരിൽ നിന്ന് അവർ ഇടപെട്ട് ഭീഷണിയായി. സ്കൂളിൽ വന്ന് ജോലിക്ക് വന്നില്ലെങ്കിൽ നാഗാർജുനെ ഡിസ്മിസ് ചെയ്യുമെന്ന് പറഞ്ഞ സസ്പെൻഷൻ, ആദ്യം ഷോക്കോസ് നോട്ടീസ്, മറുപടി കൊടുത്തു, അതവർ സ്വീകരിച്ചില്ല, ലീവ് കൊടുത്തില്ല. അങ്ങനെ നാഗാർജുനെ സസ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നാഗാർജുൻ തിരിച്ചു പോയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയ ഒരു സർക്കാർ ജോലി, ഹൈസ്കൂൾ ടീച്ചറുടെ ജോലി റിസ്ക് എടുത്തിട്ട് ജോലി സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യാതെ 2-2.5 വർഷത്തോളം, ഈസ്റ്റർ വരെ എന്ന് പറഞ്ഞാൽ 2008 ഓഗസ്റ്റ് മുതൽ 2011 ഈസ്റ്റർ സമയം വരെ നാഗാർജുൻ ഭുവനേശ്വറിൽ സ്ലമ്മിലെ കുട്ടികളെ ഫ്രീ ആയി പഠിപ്പിച്ച് നടക്കുകയാണ്. അപ്പോൾ അവസാനം അദ്ദേഹം എഡ്യൂക്കേഷൻ സെക്രട്ടറി പോയി കാണാൻ പറ്റി. അദ്ദേഹം വളരെ നല്ല മനുഷ്യനായിരുന്നു. ഒറീസയിൽ എഡ്യൂക്കേഷൻ സെക്രട്ടറി പോയി കണ്ടു പറഞ്ഞു, സാർ ഇത് ശരിയല്ല, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷേ എൻ്റെ വിശ്വാസം ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറില്ല. അദ്ദേഹം സന്മനസ് കാണിച്ച് ആ ഈസ്റ്റർ സമയത്ത് ഈസ്റ്റർ ഗിഫ്റ്റായിട്ട് നാഗാർജുൻ പ്രധാൻ്റെ അപ്പോയിൻമെൻറ്റ് സസ്പെൻഷൻ പിൻവലിച്ച് അത് കഴിഞ്ഞ് നാഗാർജുൻ കണ്ടമാലിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് ഞാൻ നാഗാർജുനെ കണ്ടു. അദ്ദേഹം ഭയങ്കര സന്തോഷത്തോടെ പറയാണ്, സാർ എനിക്ക് എൻ്റെ വിശ്വാസം സൂക്ഷിക്കാൻ പറ്റി, എൻ്റെ ജോലിയും കിട്ടി, ദൈവത്തിന് നന്ദി. ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ കണ്ടമാലിൽ പ്രകടമാണെന്ന് ഇതിനകം നിങ്ങൾക്കെല്ലാം ബോധ്യമായിരിക്കും. ഞാൻ പറഞ്ഞു, ഇടയ്ക്കിടെ പല കാരണങ്ങൾ, പ്രത്യേകിച്ച് കണ്ടമാലിലെ നിരപരാധികൾക്ക് വേണ്ടിയുള്ള യുദ്ധത്തിൻ്റെ ഭാഗം, അവർക്ക് വേണ്ടിയുള്ള സത്യം തെളിയിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി പോകുമ്പോഴെല്ലാം ഞാൻ ഓരോ ദിവസവും കൂടുതൽ അറിഞ്ഞത് അവരുടെ അവിശ്വസനീയ സാക്ഷ്യങ്ങളാണ്. അങ്ങനെ ഒരു യാത്രയിൽ കണ്ടമാലിൽ ഇങ്ങനെ കറങ്ങി നടന്ന സമയത്ത് ഞാൻ കേട്ടു, കണ്ടമാലിൽ ഒരു കരിസ്മാറ്റിക് കൺവെൻഷൻ നടക്കുന്നുണ്ടെന്ന്. കരിസ്മാറ്റിക് കൺവെൻഷൻ ആരുടെയാണെന്നറിയോ? കണ്ടമാലിൽ ക്രിസ്തുമതം ആശ്ലേഷിച്ച പുതു ക്രിസ്ത്യാനികളുടെ കരിസ്മാറ്റിക് കൺവെൻഷനാണ്. പക്ഷേ അത് നടത്തുന്നവരെ അല്പം ഭയമുണ്ട്. അതുകൊണ്ട് അവർ വളരെ സീക്രട്ട് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ആരും പറയുന്നില്ല എവിടെയാണെന്ന് ലൊക്കേഷൻ. പിന്നെ നമ്മളൊരു പത്രപ്രവർത്തകനായതുകൊണ്ട് അതിൻ്റേതായ ശൈലിയിൽ പലരെയൊക്കെ കോണ്ടാക്ട് ചെയ്ത് സ്ഥലം കണ്ടുപിടിച്ചു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കൺവെൻഷൻ കഴിഞ്ഞു. അവിടെ ഏകദേശം 3000 പേരുണ്ടായിരുന്നു എന്ന് അവർ പറഞ്ഞ്, അതിൽ പിന്നെ ഒരു 500 പേരോളം ബാക്കിയുണ്ട്. അപ്പോൾ ഇവർ പോകുന്ന സമയമാണ്. അപ്പോൾ ഒരു 300ഓളം പേര് അവിടെയുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങളൊക്കെ ഒന്നും കൂടി വീണ്ടും കൂടി ഒന്ന് പ്രാർത്ഥിക്കുന്നതൊന്ന് കാണണം. അപ്പോൾ അവർ പറഞ്ഞു, അത് പറ്റില്ല, അത് ഞങ്ങൾ ചെയ്യില്ല എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തേ?
അവർ പറയുന്നത്, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളിപ്പോൾ ഡ്രസ്സെല്ലാം മാറി, ഞങ്ങളെല്ലാം ഇപ്പോൾ കളർഫുൾ, ഞങ്ങളുടെ സാധാരണ വേഷത്തിലാണ്. അത് പറ്റില്ല. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വെള്ള വസ്ത്രത്തിൽ മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ. വെള്ള വസ്ത്രത്തിൽ, അത് വെള്ള വസ്ത്രത്തിനൊരു പരിശുദ്ധിയുണ്ട്. അപ്പോൾ ചോദിച്ചാൽ അതിനെന്താ വഴി? അപ്പോൾ അവരൊന്നും അതൊരു കാര്യം ചെയ്യും, സാറിന് നിർബന്ധമാണെങ്കിലും ഞങ്ങളെല്ലാം വസ്ത്രം മാറി വരാം. അങ്ങനെ ഉടൻ തന്നെ പുരുഷന്മാർ അടുത്തുള്ള മരങ്ങളുടെ സൈഡിലൊക്കെ പോയി അവരെ വെള്ള വസ്ത്രമൊക്കെ പുറത്തെടുത്ത് ഡ്രസ്സ് മാറി വന്നു. സ്ത്രീകൾ അവിടെ 1-2 വീടുകളുണ്ട്. അത് നടത്തുന്നത് തന്നെ ഒരു വലിയ വീട്ടിലാണ്. ഒരു മാതാവിൻ്റെ ഭക്തി, വേളാങ്കണ്ണി മാതാവിനോട് സ്ഥിരം ഭക്തി ഉള്ള ഒരു വീടാണ്. അവിടെ പോയി സ്ത്രീകളെല്ലാം വെള്ള സാരിയൊക്കെ എടുത്തു വന്ന് അവർ പ്രാർത്ഥിക്കുകയാണ്. ക്രിസ്ത്യാനികളെ ആക്രമിച്ച് ചോര ചിന്തി പള്ളികളും വീടുകളും തകർത്ത് തരിപ്പണമായ ഒരു സ്ഥലത്ത് ഇത്തരം കാഴ്ച കാണുമ്പോൾ ക്രിസ്തീയ വിശ്വാസം അവിടെ മിന്നുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ ഈ സാക്ഷ്യങ്ങളെയൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് എൻ്റെ പുസ്തകത്തിന് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ഏർലി ക്രിസ്ത്യൻസ് ഓഫ് ദ 21st സെഞ്ച്വറി, 21ാം നൂറ്റാണ്ടിലെ ആദിമ ക്രിസ്ത്യാനികൾ. ആദിമ ക്രിസ്ത്യാനികളെ കുറിച്ച് നമ്മൾ ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ്, നടപടി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അതുപോലത്തെ ഒരു ജീവിതം, അതുപോലത്തെ ഒരു ജീവിത ശൈലി കണ്ടമാലിൽ നമുക്ക് കാണാം. അങ്ങനെ ഞാൻ കണ്ടമാലിൽ പലയിടത്തും ഒരുപാട് പ്രോഗ്രാം, പലയിടത്തും ഇന്ത്യക്ക് പുറത്തും പലയിടത്തൊക്കെ നമ്മൾ പ്രോഗ്രാമുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരിക്കലും നമ്മുടെ കേരളത്തിലെ വളരെ വളരെ ലളിതനായ, എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട പ്രിയങ്കരനായ ഒരു പിതാവുണ്ട്, ജേക്കബ് മുരിക്കൻ പിതാവ്. അദ്ദേഹം അറിയാം, നമുക്കൊക്കെ അറിയാം. അദ്ദേഹത്തിൻ്റെ കിഡ്നി തന്നെ ഒരു ഹിന്ദുവിന് ദാനം ചെയ്ത ഒരു ബിഷപ്പാണ്. അപ്പോൾ അങ്ങനെ ഒരിക്കൽ കണ്ടപ്പോൾ മുരിക്കൻ പിതാവ്, ഞാൻ സിനഡിൽ, സീറോ മലബാർ സഭയുടെ സിനഡിൽ ഒരു പ്രോഗ്രാമൊക്കെ കഴിഞ്ഞപ്പോൾ പിതാവ് എന്നോട് പറഞ്ഞു, ആൻറ്റോ എനിക്ക് കണ്ടമാലിലേക്ക് പോകണം. ഞാൻ പറഞ്ഞു, പിതാവ് പോയിക്കോ. അവിടുത്തെ ആർച്ച് ബിഷപ്പിനെ വിളിച്ചു പറഞ്ഞു, അവിടെ എല്ലാം അവരൊക്കെ എല്ലാം അറേഞ്ച് ചെയ്യും. അത് പറ്റില്ല, ഞാൻ കൂടെ ചെല്ലണം. ഞാൻ പറഞ്ഞ പിതാവ് അത് ബുദ്ധിമുട്ടാണ്. അവസാനം പിതാവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഞാനൊരു ഡേറ്റ് ഫിക്സ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് കൊച്ചിയിൽ നിന്ന് ഭുവനേശ്വറിലേക്ക് ഫ്ലൈറ്റിന് പോയി. അത് കഴിഞ്ഞ് ഞാൻ പിതാവിനെയും കൊണ്ട് കണ്ടമാലിൽ പോയി. പിതാവിന് അതൊരു തീർത്ഥയാത്രയായിരുന്നു, എനിക്ക് യാതൊരു സംശയമില്ല. കഴിഞ്ഞു അതിലെ ഒരു ഇമേജ് നിങ്ങൾ ഈ ചിത്രം നോക്കൂ. പിതാവ് 10 വർഷം കഴിഞ്ഞിട്ട് തകർന്നു കിടക്കുന്ന ഒരു കെട്ടിടം, ഒരു വീട്, അത് പുതുക്കി പണിതിട്ടില്ല, അതിൻ്റെ അവകാശികളില്ല. പലർക്കും സാമ്പത്തികമായിട്ട് വളരെ തകർച്ചയുണ്ടായിട്ടുണ്ട്. ചിലർ അവിടെ ഇവിടെയൊക്കെ വീട് വെച്ചു, ചിലർ മറ്റു സ്ഥലങ്ങളിലേക്ക് കുടിയേറി, മക്കളോ ബന്ധുക്കളോ ആരെങ്കിലും. പക്ഷേ ആരും അവരുടെ വിശ്വാസം ഉപേക്ഷിക്കാതെ. സഹോദരങ്ങളെ, ഞാൻ കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്ന ഒരു ഭാഷയുണ്ട്. എന്താണ് കേരളത്തിനെ പറയുന്നത്? ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ്, ദൈവത്തിൻ്റെ സ്വന്തം നാട്. പക്ഷെ എനിക്ക് തോന്നുന്നു ദൈവത്തിൻ്റെ സ്വന്തം നാട് കേരള അല്ല, കണ്ടമാലാണ്. ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന് വേണ്ടി ജീവൻ മെടിഞ്ഞ് ക്രിസ്തു വിശ്വാസം തകർക്കാൻ ശ്രമിച്ചവർ ക്രിസ്തു വിശ്വാസത്തിലേക്ക് നിശബ്ദരായി അവരവിടെ ഒരു വലിയ മൈക്ക് വെച്ച് പ്രസംഗമൊന്നുമില്ല. കണ്ടമാലിലെ ക്രിസ്ത്യാനികളാരും ഈ വലിയ ഇവാഞ്ചലിക്കലൊന്നുമല്ല. അവരുടെ വിശ്വാസം കണ്ട്, അവരുടെ പ്രവൃത്തി കണ്ട്, അവരുടെ സഹനം കണ്ട്, അവരുടെ ക്ഷമ കണ്ട് ക്രിസ്തു മതത്തിലേക്ക് ആയിരങ്ങൾ അവരാകർഷിക്കുകയാണ്. ഈ ഇന്ത്യയുടെ ദൈവത്തിൻ്റെ ജനം എന്ന്. അപ്പോൾ കണ്ടമാലിൽ ഇപ്പോഴത്തെ ആർച്ച് ബിഷപ്പ് ജോൺ ബറോ ഒരിക്കൽ പറഞ്ഞു, യു സേ കേരള ഈസ് ഗോഡ്സ് ഓൺ കൺട്രി, ബട്ട് ഐ സേ ദിസ് ഇസ് ഗോഡ്സ് ഓൺ പീപ്പിൾ. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട്, പക്ഷേ ഇത് ദൈവത്തിൻ്റെ സ്വന്തം ജനം. പിതാവ് പറഞ്ഞതിൽ വളരെ അർത്ഥമുണ്ട്. ഈ ജനത്തെ കാണാൻ മുരിക്കൻ പിതാവിനെ പോലെ പോകാം, അവിടെ സൗകര്യങ്ങളുണ്ട്. സഹോദരങ്ങളെ, കണ്ടമാലിലെ ഈ അവിശ്വസനീയ സാക്ഷ്യങ്ങൾ കേട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നമ്മുടെ ക്രിസ്ത്യാനികൾക്ക്, നമ്മുടെ വ്യാപകമായ സ്ഥാപനങ്ങൾക്ക് കുറേയും കൂടിയൊക്കെ കണ്ടമാലിൽ പ്രവർത്തിക്കാമായിരുന്നു. ഇനിയും ഇംഗ്ലീഷിൽ പറയും, ഇറ്റ് ഈസ് നെവർ ടു ലേറ്റ്. ഒരിക്കലും അധികം ലേറ്റ് ആവില്ല. നമുക്ക് വൈകാതെ കണ്ടമാലിലെ ഈ ധീര ക്രിസ്ത്യാനികളോട് ഒത്തുചേരാൻ, അവരോട് സാഹോദര്യം പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയും. സൗകര്യമുള്ളവർ കണ്ടമാലിലേക്ക് ഒരു തീർത്ഥാടനം നടത്തിയാൽ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ തനിമയും ശക്തിയും ആവേശവും നിങ്ങൾക്ക് കൈക്കൊള്ളാൻ കഴിയും. അങ്ങനെ ഈ ഹോളി ലാൻഡ് ഓഫ് ഇന്ത്യയുടെ രക്തസാക്ഷികളുടെ ചുടുനിണത്താൽ പരിശുദ്ധ പവിത്രമായ കണ്ടമാലിലെ പുണ്യനാട്ടിലേക്ക് പോകാൻ നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.